നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. ഉരുൾപൊട്ടലിൽ ഉലഞ്ഞുപോയ വയനാടിന്റെ വീണ്ടെടുപ്പിനായി കൊടിഞ്ഞി MA ഹയർ സെക്കൻഡറി സ്കൂളും പങ്കാളിയായി. ഭക്ഷണങ്ങളും അവശ്യ സാധനങ്ങളും സമാഹരിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുകയും ചെയ്താണ് ഈ ഉദ്യമത്തിൽ ഒപ്പം ചേർന്നത്. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC, തഖ്വിയ തുടങ്ങിയ വിവിധ ക്ലബിന് കീഴിലാണ് സഹായഹസ്തം എന്ന പേരിൽ ഈ പദ്ധതി നടന്നത്. വിവിധ ക്ലബിന്റെ മെമ്പേഴ്സിന് കീഴിൽ വിഭവശേഖരണം 5 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തി. എല്ലാ സ്ഥലങ്ങളിലും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അവശ്യ സാധനങ്ങൾ കൊണ്ടുവരികയും ക്ലബ്ബ് മെമ്പേഴ്സും അധ്യാപകരും അത് സ്വീകരിക്കുകയും ചെയ്തു. ശേഷം സ്കൂളിൽ വെച്ച് വേർതിരിച്ച് സ്കൂൾ വാഹനത്തിൽ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പ്രത്യേകം സജ്ജീകരിച്ച സമസ്തയുടെ കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കുകയും അവിടുത്തെ ക്യാമ്പ് സന്ദർശിച്ച് അവിടെയുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തു. ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസവാക്കുകൾ പകർന്ന് പ്രതീക്ഷയുടെ പുതുലോകത്തിനായി പ്രാർത്ഥന നടത്തി സ്കൂളിൽ നിന്നും യാത്ര തിരിച്ച സംഘം തിരികെ എത്തി. വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ വലിയ പ്രളയം നടന്ന് അതിൻ്റെ ഒരു ഇല്ലാത്തൊരവസ്ഥയിലാണ് വയനാടുള്ളത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇടപെടുന്നൊരു ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇന്ന് വയനാട്. അവിടെ ഈ വയനാട് ഈ ഒരു അവസ്ഥക്ക് കൈത്താങ്ങായിക്കൊണ്ടാണ് MA HSS സ്കൂള് അവരുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കളക്ടൊക്കെ ചെയ്ത് ഇന്നിവിടെ സംസ്ഥ ഓഫീസിൽ കൺട്രോൾ റൂമിൽ അവരുടെ സാധനങ്ങൾ വയനാടിന് കൈത്താങ്ങായി നിൽക്കുന്ന ക്യാമ്പിലെ ആളുകൾക്ക്, ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സഹായമായിട്ടാണ് അവരോട് എത്തിയിട്ടുള്ളത്. ഏതായാലും നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കൈത്താങ്ങായി, അതായത് കൂട്ടായ്മയോടെ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന്, വയനാട്ടിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന്. അതുകൊണ്ട് തന്നെ MA HSS വിദ്യാർത്ഥികൾക്ക്, അവിടുത്തെ സ്റ്റാഫുകളുടെ രക്ഷിതാക്കൾ എല്ലാവരും ഹൃദയം നിന്ന് നന്ദിയാണ് അറിയിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ വയനാട്ടിലെ പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ ഇന്നും മണ്ണിനടിയിലാണുള്ളത്. അവർക്ക് ആ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഉപ്പ, ഉമ്മ, മക്കൾ, അങ്ങനെ ഓരോരുത്തരും കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത്. സ്കൗട്ട് മാസ്റ്റർമാരായ ഫൈസൽ തേറാമ്പിൽ, ഉനേസ് മാസ്റ്റർ, ഷാഫി മാസ്റ്റർ, അധ്യാപകരായ മുഹമ്മദ് അലി മാസ്റ്റർ, ഇസാഖ് ഫൈസി, ഉബൈദ് മറ്റത്ത് എന്നിവരാണ് പ്രതിനിധികളായി പോയത്. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്കൂൾ ജനറൽ സെക്രട്ടറി പത്തൂർ സാഹിബ് ഹാജി, പ്രിൻസിപ്പൽ നജീബ് മാസ്റ്റർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫൈസൽ തേറാമ്പിൽ, മുഹമ്മദ് ഉനേസ് മാസ്റ്റർ, മുഹമ്മദ് ഷാഫി മാസ്റ്റർ, മൊയ്തീൻ ഫൈസി, ഇസാഖ് ഫൈസി, ഉബൈദ് മറ്റത്ത്, റഹീസ് മുഹമ്മദ് MP, അലി മാസ്റ്റർ, മുഹമ്മദ് ഷബീബ് മാസ്റ്റർ, മുഹമ്മദ് അലി O, അധ്യാപികമാരായ ഹാജറ ടീച്ചർ, ഷഹന ഷെറിൻ, ഫായിസ, ബി ഫാത്തിമ, ജംഷീന, സുമയ്യ, റഫീന, ആസിഫ, ഗിൽഷ, റമീഷ, ഷില്ലി, മീര, ഷഹല, ഷെറിൻ, മാസിദ, റോഷിദ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.